കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 72 മേളകർത്ത രാഗങ്ങൾ അല്ലെങ്കിൽ ജനക രാഗങ്ങൾ എങ്ങനെയാണ് സ്വരസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി ഈ ജനകരാഗങ്ങൾ എല്ലാവർക്കും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഏത് രീതിയിലാണ് ഈ ജനകരാഗങ്ങൾക്ക് പേര് കൊടുത്തതെന്ന് വെച്ചാൽ, ആ രാഗത്തിൻ്റെ പേരിൽ ആദ്യത്തെ 2 അക്ഷരം നമ്മൾ അറിഞ്ഞാൽ ആ രാഗത്തിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. രാഗത്തിൻ്റെ നമ്പർ കണ്ടുപിടിച്ചാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ ആ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 72 ജനകരാഗങ്ങളുടെ പേര് പഠിക്കാനും ക്രമത്തിൽ ഓർമ്മ വയ്ക്കാനും കുറച്ച് പാടാണ്. എന്നാലും അത് ചെയ്താൽ വളരെ നന്നായിരിക്കും. കനകാംഗി എന്ന് തുടങ്ങുന്ന ആദ്യത്തെ രാഗവും രസികപ്രിയ എന്നുള്ള 72ാമത്തെ ജനകരാഗവും, കനകാംഗി, രത്നാംഗി, ഗാനമൂർത്തി, വനസ്പതി, മാനവതി, താനരൂപി എന്നുള്ള ആദ്യത്തെ ചക്രത്തിലുള്ള 6 രാഗങ്ങളാണ്. അതിൻ്റെ പ്രതിമധ്യമ രാഗങ്ങൾ, അതായത് 37 മുതൽ 42 വരെയുള്ള രാഗങ്ങളുടെ പേര് സാലകം, ജലാർണവം, ജാലവരാളി, നവനീതം, പാവനി, രഘുപ്രിയ. നമ്മൾ ഈ ചക്രം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതന്നേ ഉള്ളൂ. 72 മേളകർത്ത രാഗങ്ങളുടെ ക്രമത്തിൽ പേരുകൾ പഠിച്ചു വയ്ച്ചാൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ആ പേര് വെച്ചിട്ട്, ആ ജനകരാഗത്തിൻ്റെ പേരിലുള്ള ആദ്യത്തെ 2 അക്ഷരം വെച്ചിട്ട് അത് എത്രാമത്തെ ജനകരാഗം എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ജനകരാഗത്തിൻ്റെ നമ്പർ കണ്ടുപിടിച്ചാൽ അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പേര് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ജനകരാഗത്തിൻ്റെ നമ്പർ കണ്ടുപിടിക്കുക, അത് നമുക്ക് പഠിക്കാം. ഇപ്പോൾ 72 ജനകരാഗങ്ങളിൽ ഒരു പേര് ഞാൻ പറയാം, ലതാംഗി. ലതാംഗി ലതാംഗി എന്നുള്ള രാഗം ജനകരാഗമാണ്. ആദ്യത്തെ അക്ഷരം ല, രണ്ടാമത്തെ അക്ഷരം താ, പിന്നെ ഗി. ഇങ്ങനെ ഒരു ജനകരാഗം. ഈ ജനകരാഗത്തിൻ്റെ നമ്പർ, ഇത് എത്രാമത്തെ ജനകരാഗം എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. അതിനെ നമ്മൾ കാ മുതലുള്ള 10 അക്ഷരം, കാ ഖ ഗ ഘ ങ ച ഛ ജ ഝ ഞ എന്നുള്ള 10 എണ്ണം, ടാ മുതലുള്ള 10 എണ്ണം, ടാ ഠ ഡ ഢ ണ ത ഥ ദ ധ ന, പാ മുതലുള്ള 5 അക്ഷരം, പാ ഫ ബ ഭ മ, യാ മുതലുള്ള 8 അക്ഷരം, യാ ര ല വ ശ ഷ സ ഹ. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പേര് കണ്ടുപിടിക്കുന്നത്. നമുക്കിനി നോക്കാം. ഇപ്പോൾ ലതാംഗി എന്നുള്ള ജനകരാഗമുണ്ട്. ഇത് എത്രാമത്തെ ജനകരാഗം? നമ്മൾ ഈ ല എന്നുള്ളത് യാ മുതലുള്ള 8 അക്ഷരങ്ങളിൽ 3ാമത്തെ അക്ഷരമാണ് ല. യാ ര ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 3 എഴുതുക. താ എന്നുള്ളത് ടാ ഠ ഡ ഢ ണ കഴിഞ്ഞിട്ട് ത, 6ാമത്തെ അക്ഷരമാണ്. അപ്പോൾ ഇത് 6. ഇപ്പോൾ ലായും തായും കൂടി നമുക്ക് 36 ആണ് കിട്ടിയത്. ഇത് മറിച്ചിടുക, അപ്പോൾ 63. ഈ ലതാംഗി എന്നുള്ളത് 63ാമത്തെ ജനകരാഗമാണ്. ഒന്നുകൂടി പറയാം. കാ മുതൽ ഹ വരെയുള്ള അക്ഷരങ്ങൾക്ക് ഇങ്ങനെയാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. കാ മുതലുള്ള 10 അക്ഷരം, ടാ മുതലുള്ള 10 അക്ഷരം, പാ മുതലുള്ള 5 അക്ഷരം, യാ 8 അക്ഷരം. ഇത് നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത്, ഇപ്പോൾ വേറൊരു പേര് പറയാം, ശുഭപന്തുവരാളി എന്നുള്ളൊരു ജനകരാഗമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച മായാമാളവ ഗൗള എന്നുള്ള രാഗം, നമ്മൾ ആദ്യം അലങ്കാരം വരെ പഠിച്ച ആദ്യ പാഠങ്ങൾ, ആ രാഗത്തിൻ്റെ പേര്, അതൊരു ജനകരാഗമാണ്, മായാമാളവ ഗൗള. ഈ മായാമാളവ ഗൗള എന്നുള്ള രാഗത്തിൻ്റെ ആദ്യത്തെ 2 അക്ഷരം മാ യ എന്നാണ്. ഇതിലെ ഈ മാ എന്നുള്ളത് പാ ഫ ബ ഭ മാല് 5ാമത്തെ അക്ഷരമാണ്. അപ്പോൾ 5. യാ എന്നുള്ളത് ഈ 8 അക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരമാണ്. അപ്പോൾ 1.
51. ഇത് മറിച്ചിട്ടാൽ 15. അപ്പോൾ മായാമാളവ് ഗൗള എന്നുള്ളത് 15ാമത്തെ ജനകരാഗമാണ്. ഈ നമ്പർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ മായാമാളവ് ഗൗള എന്നുള്ള ജനകരാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ കണ്ടുപിടിക്കാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് ഒന്നുകൂടി കാണിച്ചു തരാം. 1 മുതൽ 36 വരെയുള്ള രാഗങ്ങളിൽ പ്രതിമധ്യമാണ്. നമ്മൾ ആദ്യം സ്വരസ്ഥാനങ്ങൾ ഇങ്ങനെ എഴുതുക. സ റി ഗ മ പ ധ നി. നമുക്ക് വേണ്ടത് 15ാമത്തെ രാഗമാണ്. 15ാമത്തെ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഇങ്ങനെ. ആദ്യം ചെയ്യേണ്ടത് മധ്യമത്തിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുക. അതെങ്ങനെ? 1 മുതൽ 36 വരെയുള്ള ജനകരാഗങ്ങളിലെ ശുദ്ധമധ്യമമാണ് മാ 1. മാ 1. ഇനി ഈ 15ാമത്തെ രാഗം എത്രാമത്തെ ചക്രത്തിലാണ് ഉണ്ടാവുക? ഒരു ചക്രത്തിൽ 6 രാഗമാണ്. അപ്പോൾ 15ാമത്തെ രാഗം 2 ചക്രം കഴിഞ്ഞ് 12 കഴിഞ്ഞ് 3ാമത്തെ ചക്രത്തിലേക്കാണ് ഈ 15ാമത്തെ രാഗം വരുന്നത്. 3ാമത്തെ ചക്രത്തിലുള്ള ഋഷഭം ഗാന്ധാരം കോമ്പിനേഷൻ റീ 1 ഗ 3. നമ്മുടെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. ഏത് ചക്രത്തിലാണെങ്കിലും 1ാമത്തെ ചക്രവും 7ാമത്തെ ചക്രത്തിൽ ആദ്യത്തെ കോമ്പിനേഷന് റീ 1 ഗ 1, റീ 1 ഗ 2, റീ 1 ഗ 3, റീ 2 ഗ 2, റീ 2 ഗ 3, റീ 3 ഗ 3. ഇതാണ് ചക്രങ്ങളിൽ വരുന്ന, ഓരോ ചക്രമനുസരിച്ച് വരുന്ന ഋഷഭ ഗാന്ധാരങ്ങളിലെ സ്വരസ്ഥാനങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ കണ്ടത് 3ാമത്തെ ചക്രത്തിലാണ് ഇത് പെടുന്നത്. അപ്പോൾ 3ാമത്തെ ചക്രത്തിലുള്ള ഋഷഭ ഗാന്ധാര സ്വരസ്ഥാനങ്ങൾ ആണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയത്. ഇനി 3ാമത്തെ ചക്രത്തിൽ ഇത് എത്രാമത്തെ രാഗം? 3ാമത്തെ ചക്രം തുടങ്ങുന്നത് 13 നമ്പർ മുതലാണ്. കാരണം 12 വരെയുള്ള 2 ചക്രം കഴിഞ്ഞു. 13, 14, 15. അപ്പം 3ാമത്തെ ചക്രത്തിൽ 3ാമത്തെ രാഗമാണ്. ഒരു ചക്രത്തിലുള്ള ഓരോ രാഗത്തിൻ്റെയും ദൈവത നിഷാദങ്ങളുടെ സ്വരസ്ഥാനം നമ്മളെങ്ങനെയൊക്കെ പഠിച്ചത് ഇതേപോലെയാണ്. ആദ്യം ധ 1, നീ 1, ധ 2, നീ 2, ധ 1, നീ 2, ധ 1, നീ 3. ആദ്യത്തെ 3 രാഗം. 4ാമത്തെ രാഗം ധ 2, നീ 2, 5ാമത്തെ രാഗം ധ 2, നീ 3, 6ാമത്തെ രാഗം ധ 3, നീ 3. ഏത് ചക്രമായാലും ആദ്യത്തെ രാഗം ഇങ്ങനെ ആയിരിക്കും. 2ാമത്തെ രാഗത്തിലുള്ള ദൈവത നിഷാദങ്ങൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 15ാമത്തെ രാഗം എന്നുള്ളത് 3ാമത്തെ ചക്രത്തിൽ 3ാമത്തെ രാഗമാണ്. 13, 14, 15. അപ്പോൾ 3ാമത്തെ രാഗത്തിൻ്റെ ദൈവത നിഷാദങ്ങളുടെ സ്വരസ്ഥാനങ്ങൾ ഇതാണ്. അതെവിടെ എഴുതുക? ധ 1, നീ 3. അപ്പോൾ മായാമാളവ് ഗൗള എന്നുള്ള പേരിൽ ഉള്ള രാഗം 15ാമത്തെ ജനകരാഗമാണ്. 15ാമത്തെ ജനകരാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കാക്കല് നിഷാദം. ഈ രാഗത്തിലാണ് നമ്മൾ ആദ്യ പാഠങ്ങൾ സരളി വരിശ, ജണ്ടവരിശ, മധ്യസ്ഥായി വരിശ, അലങ്കാരം വരെ വായിച്ചത്. അപ്പോൾ ജനകരാഗങ്ങളുടെ പേര് അറിയുകയാണെങ്കിൽ അതിൻ്റെ നമ്പർ അറിഞ്ഞാൽ ഉടനെ അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിളും കൂടി പറയാം. ധേനുക എന്നുള്ള ജനകരാഗമുണ്ട്. ധേനുക എഴുതുന്നത്
എന്നാണ്. ധേനുക എന്നുള്ള ജനകരാഗം, ഇതിൻ്റെ നമ്പർ എത്ര, ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഈ ധ എന്നുള്ള അക്ഷരം എടുക്കാം. ട ഠ ഡ ഢ ണ ത ഥ ദ ധ. ധ ഒമ്പതാമത്തെ അക്ഷരം. അപ്പോൾ ഇവിടെ 9. ന എന്നുള്ളത് ട ഠ ഡ ഢ ണ ത ഥ ദ ധ ന 10ാമത്തെ അക്ഷരം. 10 എന്ന് വെച്ചാൽ 0 അതിൻ്റെ നമ്പർ. അപ്പോൾ 90 മറച്ചിട്ടാൽ 9ാമത്തെ രാഗമായി. അപ്പോൾ ധേനുക എന്നുള്ളത് 9ാമത്തെ ജനകരാഗമാണ്. അപ്പോൾ 9ാമത്തെ ജനകരാഗമായാൽ ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ എന്തായിരിക്കും? ആദ്യം സ എഴുതി രി ഗ മ പ ധ നി. ഈ നമ്പർ 36ൻ്റെ താഴെയാണോ 36ൻ്റെ മുകളിലാണെന്ന് നോക്കുക. ഇത് 36ൻ്റെ താഴെയാണ്. അപ്പോൾ ശുദ്ധ മധ്യമം. ആദ്യം മധ്യമത്തിൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്യുക. പിന്നെ ഇത് എത്രാമത്തെ ചക്രമാണെന്ന് നോക്കുക. ഒരു ചക്രത്തിൽ 6 രാഗം. അപ്പോൾ ഇത് 2ാമത്തെ ചക്രമായിരിക്കും. 2ാമത്തെ ചക്രമാവുമ്പോൾ 2ാമത്തേതും 8ാമത്തെയും ചക്രങ്ങളിൽ ഋഷഭ ഗാന്ധാരങ്ങളുടെ സ്വരസ്ഥാനങ്ങൾ ഇത് രണ്ടുമാണ്. ശുദ്ധ ഋഷഭവും സാധാരണ ഗാന്ധാരവും. അപ്പോൾ ശുദ്ധ ഋഷഭം, സാധാരണ ഗാന്ധാരം. ഇനി 2ാമത്തെ ചക്രത്തിൽ എത്രാമത്തെ രാഗം? 2ാമത്തെ ചക്രം തുടങ്ങുന്നത് 7 മുതലാണ്. 7, 8, 9. 3ാമത്തെ രാഗം. 3ാമത്തെ രാഗമാകുമ്പോൾ അതിൻ്റെ കോമ്പിനേഷന് ദൈവത്വം, നിഷാദം ഇങ്ങനെയാണ്. അതായത് ശുദ്ധ ദൈവത്വവും കാകലി നിഷാദവും. അപ്പോൾ ധേനുക എന്നുള്ള ജനകരാഗം 9ാമത്തെ ജനകരാഗമാണ്. അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധ ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, കാകലി നിഷാദം. ഇതാണ് ധേനുക എന്നുള്ള രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇത് ജനകരാഗങ്ങൾക്ക് മാത്രമുള്ളതാണ്, മറ്റ് രാഗങ്ങൾക്കല്ല. ഇപ്പോൾ മോഹനരാഗം എന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടുപിടിക്കാൻ അതിന് നമ്പറില്ല. കാരണം മോഹനരാഗം ജനകരാഗമല്ല, ജന്യരാഗമാണ്. അപ്പോൾ 72 മേളകർത്ത രാഗങ്ങളിൽ, ജനകരാഗങ്ങൾ അല്ലെങ്കിൽ മേളകർത്ത രാഗം അല്ലെങ്കിൽ സമ്പൂർണ്ണ രാഗങ്ങളിൽ ആദ്യം പഠിക്കേണ്ടത് കണ്ടീഷൻസാണ്. 7 സ്വരവും വേണം, ക്രമത്തിൽ വേണം, ആരോഹണത്തിലും അവരോഹണത്തിലും ഒരേ സ്വരസ്ഥാനം വേണം. അങ്ങനെ 72 ജനകരാഗങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന തോടി എന്നുള്ള രാഗത്തിൻ്റെ പേര്, തോടി ഒരു ജനകരാഗമാണ്. പക്ഷെ അതിൻ്റെ ശരിയായിട്ടുള്ള പേര് ഹനുമ തോടി എന്നാണ്. അപ്പോൾ തോടി രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഇത് തായും ഡായും അല്ല നോക്കേണ്ടത്. ഹനുമ തോടി എന്നുള്ള പേരെഴുതി, ഇതാണ് ഹ. ഈ ഹ എന്നുള്ളത് 8ാമത്തെ അക്ഷരമാണ്, 8ാമത്തെ നമ്പറാണ്. യാ ര ല വ ശ ഷ സ ഹ 8ാമത്തെ അക്ഷരം. അപ്പോൾ ഹനുമ തോടി എന്നുള്ളതിൽ ഹ 8ഉം ന 0ഉം, 8ഉം 0ഉം 80. അത് മറിച്ചിട്ടാൽ തിരിച്ചിട്ടാൽ 8. അപ്പോൾ ഹനുമ തോടി എന്ന് അറിയപ്പെടുന്ന തോടി രാഗം 8ാമത്തെ ജനകരാഗമാണ്. 8ാമത്തെ ജനകരാഗമാകുമ്പോൾ നമ്മൾ നേരത്തെ 9ൻ്റെ കണ്ടുപിടിച്ചു. രാഗം മാറുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പൊസിഷനാണ് മാറുക, ദൈവത്വം നിഷാദം പൊസിഷനാണ് മാറുക. 8ാമത്തെ രാഗമാകുമ്പോൾ ഈ നീയുടെ പൊസിഷൻ നീ 3 അല്ലാതെ നീ 2 ആയിരിക്കും. അതായത് ധേനുക രാഗം ഹനുമത്തോടി രാഗം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഹനുമത്തോടി ധേനുക എന്നാണ്. സേനാവതി, ഹനുമത്തോടി, ധേനുക, നാടകപ്രിയ, കോകിലപ്രിയ, രൂപവതി എന്ന 6 രാഗങ്ങളാണ് ഈ 3ാമത്തെ ചക്രത്തിലുള്ളത്. 2ാമത്തെ ചക്രത്തിലുള്ളത്. അപ്പോൾ ഹനുമത്തോടിയുടെ സ്വരസ്ഥാനങ്ങൾ, ഇത് 8ാമത്തെ രാഗമാണെങ്കിൽ ഹനുമത്തോടിയുടെ സ്വരസ്ഥാനങ്ങൾ ഇങ്ങനെ ആയിരിക്കും. നിഷാദം 2ാമത്തതാണ്. ഇതാണ് ഹനുമത്തോടി.
അങ്ങനെ 72 ജനകരാഗങ്ങളുടെ പേര്, ഏതെങ്കിലും ജനകരാഗത്തിൻ്റെ പേര് അറിയുകയാണെങ്കിൽ അതിൻ്റെ നമ്പറും തദ്വാര അതിൻ്റെ സ്വരസ്ഥാനങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ജനകരാഗങ്ങളുടെ വിഭജനം ചെയ്ത രീതി. നമുക്കിനി ഉള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം.